വയനാട്ടിലെ കോൺഗ്രസിനുള്ളിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാകും DCC അധ്യക്ഷനായി ചുമതലയേറ്റ TJ ഐസക്കിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. അനുഭവ സമ്പത്തുകൊണ്ട് ഐസക്കിന് വിഭാഗീയ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ദീർഘകാലം DCC അധ്യക്ഷനും മുതിർന്ന നേതാവുമായ ND അപ്പച്ചന് ഉചിതമായ രീതിയിലല്ല അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്ന ആക്ഷേപവും ശക്തമായി ഉയരുന്നുണ്ട്. ബാധ്യതകൾ കൊടുത്തു തീർത്തതോടെ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് വിരാമമായി. വിഭാഗീയത കത്തിപ്പടരുകയും നേതാവിനെ കള്ളക്കേസിൽ കുടുക്കുകയും ഒരു നേതാവിന്റെ ആത്മഹത്യയിലേക്കും എത്തിച്ച മുള്ളൻകൊല്ലിയിലും നേതൃത്വത്തിന്റെ കടിഞ്ഞാണുണ്ടായി. കഴിഞ്ഞ ദിവസം ചർച്ചകളിൽ DCC ജനറൽ സെക്രട്ടറിക്ക് മണ്ഡലത്തിന്റെ പൂർണ്ണ ചുമതല നൽകി പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. ഇതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ND അപ്പച്ചന്റെ രാജി. നേതാക്കൾ സമ്മർദ്ദം സൃഷ്ടിച്ച് രാജിവെപ്പിക്കുകയായിരുന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപം. 14 വർഷത്തോളം ജില്ലയിലെ പാർട്ടിയെ നയിച്ച അപ്പച്ചന് ഉചിതമായ ഒരു യാത്രയപ്പല്ല നൽകിയതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. പാർട്ടിയിലെ പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിച്ചു എന്നവകാശപ്പെടുമ്പോഴും അധ്യക്ഷനായി ചുമതലയേറ്റ TJ ഐസക്കിന് മുന്നിൽ വെല്ലുവിളികളേറെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലാകും വിഭാഗീയ പ്രവണത കരുത്താർജിക്കുക. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. നേതാക്കൾ തമ്മിൽ രൂക്ഷമായ ഭിന്നതയുണ്ട്. ഗ്രൂപ്പുകൾക്കുള്ളിലെ ഗ്രൂപ്പുകളാണ് പ്രതിസന്ധി. ഇതിനെയെല്ലാം തരണം ചെയ്തു വേണം സംഘടനയെ മുന്നോട്ട് നയിക്കാൻ. ഐസക്കിന്റെ സൗമ്യതയും കണിശതയും ഗുണപരമായ മാറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നേതാക്കൾ. ഐസക്കിനൊപ്പം DCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ചിരുന്ന പേരാണ് മീനങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ KE വിനയന്റേത്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായ വിനയനും വലിയ ബഹുജന പിന്തുണയുണ്ട്. AICC നേതൃത്വത്തിന്റെ കർശനമായ ഇടപെടലാണ് TJ ഐസക്കിന്റെ പേരിലേക്ക് ചുരുങ്ങാൻ കാരണം. AICC അംഗത്വം നൽകി ND അപ്പച്ചനെ അനുനയിപ്പിക്കാനാണ് നേതൃത്വം ശ്രമിച്ചത്. അപ്പച്ചന് ഒപ്പം നിൽക്കുന്നവർക്ക് നിലവിലെ രീതിയിൽ കടുത്ത അമർഷമുണ്ട്. ഇതെല്ലാം വരും ദിവസങ്ങളിൽ പ്രതിഫലിക്കുമെന്നാണ് സൂചന. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.